ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിന്ന് 14 വയസ്സായ ഒരു കുട്ടിക്കുള്ള ഷോർട്ട് കുർത്തി എങ്ങനെ തയ്ക്കുന്നത് നോക്കാം. നമുക്ക് 28 ഇഞ്ചാണ് ലെങ്ത് ഉള്ളത്. നമുക്ക് ആദ്യം 29 ഇഞ്ചിൽ തുണി മടക്കിയിടാം. എന്നിട്ട് നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. 6 ഇഞ്ചാണ് ഷോൾഡർ, ഹാം ഹോള് 6 ഇഞ്ച്. ഇനി നമുക്കത് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. നമ്മൾ ചെസ്റ്റ് 8.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്, അത് നമുക്ക് അടയാളപ്പെടുത്താം. എന്നിട്ട് എക്സ്ട്രാ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കാം. നമ്മൾ വേസ്റ്റ് ലെങ്ത്ത് വേണ്ടത് 13 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തുന്നത്. ഹിപ്പ് ലെങ്ത്ത് 18.5 ഇഞ്ചും. നമുക്ക് വേസ്റ്റ് വേണ്ടത് 7.25 ഇഞ്ചാണ്. പിന്നെ 1.5 ഇഞ്ച് എക്സ്ട്രായി അടയാളപ്പെടുത്താം. നമുക്ക് ഹിപ്പ് 9 ഇഞ്ച്, 1 ഇഞ്ച് എക്സ്ട്രാ 10 ഇഞ്ചിൽ അടയാളപ്പെടുത്താം. താഴെ ആ 10ലേക്ക് 1.5 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 11.5 ഇഞ്ച് അടയാളപ്പെടുത്താം ബോട്ടത്തിൻ്റെ ഭാഗത്ത്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് 16 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ലൈനിങ് ഇട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് 1 ഇഞ്ച് മതി. താഴെയും മേലെയും 1/2 ഇഞ്ച് ഈച്ച. മുകളിൽ സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം വരച്ചെടുക്കുക. എന്നിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. 17 ഇഞ്ചിൽ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. 3 ഇഞ്ചിലാണ് ഷേപ്പ് അടയാളപ്പെടുത്തേണ്ടത്. എന്നിട്ട് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. 4 ഇഞ്ചാണ് നമുക്ക് താഴെ വേണ്ടത്. അതിൽ 1.5 ഇഞ്ച് എക്സ്ട്രായും അടയാളപ്പെടുത്തി 5.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി നമുക്ക് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ലൈനിങ് ആണ് കട്ട് ചെയ്താൽ വെക്കേണ്ടത്. നമുക്ക് ഇതേ അളവിൽ നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം. ഇനി സ്ലീവും അതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്യാൻവാസിലാണ് നെക്ക് ചെയ്യുന്നത്. നെക്ക് വിഡ്ത്ത് നമ്മൾ 3 ഇഞ്ചും ആണ് എടുക്കുന്നത്. ലെങ്ത്ത് 6 ഇഞ്ചും. എന്നിട്ട് അങ്ങോട്ട് നമുക്ക് ക്രോസ് ആയിട്ട് വരച്ചെടുക്കുക. നമുക്കൊരു 1/2 ഇഞ്ച് പുറത്തേക്ക് അടയാളപ്പെടുത്തിയിട്ട് നമുക്കൊരു ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1 ഇഞ്ച് അകലത്തിൽ കട്ട് ചെയ്യാനുള്ളതും അടയാളപ്പെടുത്താം. പിന്നെ നമുക്ക് ബാക്കിനൊക്കെ വേണ്ടിയത് 3 ഇഞ്ചാണ് വിഡ്ത്ത്, ലെങ്ത്തും 3 ഇഞ്ച്. എന്നിട്ട് ബോക്സ് പോലെ വരച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു ബോക്സ് പോലെ പുറമേ കൂടെയും വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കത് ലൈനിങ് ക്ലോത്തുമ്മേൽ സ്റ്റിക്ക് ചെയ്യണം. നമ്മൾ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് ഞാൻ അരക്ക് മടക്കി അടിച്ചിട്ട് നോക്കാം. നമ്മൾ ഇതാക്കുന്ന ക്ലോത്തിൽ സ്റ്റിക്ക് ചെയ്ത് വന്ന് അരിക് മടക്കി അടിക്കുകയും ചെയ്ത് നമുക്ക് നല്ല ക്ലോത്തിൽ വെച്ചടിക്കാൻ വേണ്ടിയത് അടിയിൽ ലൈനിങ്ങും അതിൻ്റെ മേലെ നല്ല ക്ലോത്തും അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ക്യാൻവാസും വെച്ച് നമുക്ക് ബീഡ്സ് വെച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. എന്നാൽ അടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അടിക്കുന്നേരം നമുക്ക് ഈസി ആയിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്ക് നെക്ക് അടിച്ച് കഴിഞ്ഞിട്ട് മറിച്ചിടാൻ വേണ്ടി നമ്മളിപ്പോൾ മറിച്ചിട്ടിട്ട് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്ത് ഫ്രണ്ട് നെക്കും അടിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് സൈഡ് ഭാഗം ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഇതേപോലെ നമുക്ക് ബാക്ക് നെക്കും അടിച്ചെടുത്തിക്കുന്നത്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ട് മറിച്ചിട്ടെടുക്കാം. എന്നിട്ട് ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തെടുത്ത് ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് സൈഡും അടിച്ച് ബാക്ക് നെക്കും അടിച്ച് കഴിഞ്ഞ് അപ്പോൾ ഇനി നമുക്ക് സ്ലീവാണ് ചെയ്യേണ്ടത്. ആദ്യം സ്ലീവിൻ്റെ താഴെ 1/2 ഇഞ്ചിൽ അടിച്ചെടുത്തിട്ട് നമുക്ക് മറിച്ചിട്ടെടുക്കാം. എന്നിട്ട് താഴെ 2 ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. അതിന് മുകൾ ഭാഗം ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഷേപ്പ് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ആ ഷേപ്പിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സ്ലിറ്റും അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് കഴിയും. ഇതാണ് നമ്മളുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഇനി നമുക്ക് നല്ലൊരു വീഡിയോയുമായി ഇനിയും വരാം. ബായ്.